ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതുവർഷം നേരുന്നു. ചിങ്ങമാസം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ കൃഷ്ണ ഭജനത്തിനുള്ളതാണ്. കർക്കിടക മാസം രാമായണ പാരായണത്തിനുള്ളതാണെങ്കിൽ ചിങ്ങമാസം എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭജനത്തിനുള്ളതാണ്. ദ്വാപര യുഗത്തിലെ ദേവരൂപമായ ശ്രീകൃഷ്ണൻ്റെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസമാണ് ചിങ്ങമാസം. രാമായണ മാസം ആചരിക്കുന്നത് പോലെ തന്നെ ചിങ്ങം കൃഷ്ണഭജനത്തിനായി വിനിയോഗിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ചിങ്ങമാസത്തിൽ കറുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ചേരുന്ന അർദ്ധരാത്രിയിലാണ് കൃഷ്ണൻ പിറന്നത്. ചിങ്ങത്തിലെ ജന്മാഷ്ടമി ദിവസം വ്രതമെടുത്താൽ 7 ജന്മത്തേക്കുള്ള മോക്ഷമാണ് ഫലം. അഷ്ടമി രോഹിണി വ്രതത്തിനും ഒട്ടേറെ ഫലങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ദേവകഥകൾ വർണ്ണിച്ചും കൃഷ്ണപ്രീതിക്കായി വഴിപാടുകൾ നടത്തിയുമാണ് അഷ്ടമി രോഹിണി ആചരിക്കുന്നത്. ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കി ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥ ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യപ്പെടുന്നത് വളരെ വിശിഷ്ടമായിട്ട് കരുതുന്നു. സൽപുത്രജനനത്തിന്, കൃഷ്ണോൽപത്തിയും സന്താന സൗഖ്യത്തിന് പൂതനാമോക്ഷവും, നാഗപ്രീതിക്ക് കാളീയമർദ്ദനവും, ഗുരുപ്രീതിക്ക് ഗുരുദക്ഷിണയും, ശത്രുനാശത്തിന് ബാണയുദ്ധവും, മംഗല്യപ്രാപ്തിക്ക് രുക്മിണി സ്വയംവരവും പാരായണം ചെയ്യുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു. ചിങ്ങം 1 തുടങ്ങി ആ മാസത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് പാരായണം ക്രമീകരിക്കുന്നത്. ഭാഗവതം, നാരായണീയം, കൃഷ്ണഗാഥ, ശ്രീകൃഷ്ണചരിതം എന്നീ ഗ്രന്ഥങ്ങളും ഈ മാസത്തിൽ പാരായണം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അപ്പം എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഭഗവത് നാമങ്ങൾ ജപിച്ച് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകൂ. സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.